السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا سيد المرسلين. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ പ്രയാസങ്ങളും അകറ്റി തരട്ടെ, ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പല ദിക്കുകളിൽ നിന്നായി, പല രാജ്യങ്ങളിൽ നിന്നായി, പല സ്ഥലങ്ങളിൽ നിന്നായി. റഹ്മാനായ റസാഖായ ഖഹാറായ അല്ലാഹുവേ, എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റണേ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷമുള്ള ജീവിതം നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് കൂടുതലായി ആമുഖങ്ങൾ ഞാൻ സംസാരിക്കുന്നില്ല. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിലെ നല്ല നല്ല ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ചെയ്യുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, ഇബാദത്തുകൾ മുഴുവനും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളുടെ ഈ മഹത്തായ മജ്ലിസ് നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു കാവല് നൽകട്ടെ. എന്നും പറയുന്നത് പോലെ ഹബീബായ തങ്ങളുടെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതാം. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതാം. അതുപോലെ ഖാജ മുഈനുദ്ദീൻ അൽ-ജിസ്തിയിൽ അജ്മീരി തങ്ങളുടെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതാം. സിഎം വലിയുള്ളാഹി തങ്ങളുടെ പേരിലും ഫാത്തിഹ ഓതാം. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതാം. അതാണ് നമ്മളെ മജ്ലിസിന്റെ വിജയം, നമ്മളെ മജ്ലിസിന്റെ ബറക്കത്ത് അതാണ്. നമ്മളെ മജ്ലിസിൽ മുത്തുനബിയുടെ ബറക്കത്തുണ്ട്, അജ്മീർ ഖാജ തങ്ങളുടെ ബറക്കത്തുണ്ട്, സിഎം വലിയുള്ളാഹി തങ്ങളുടെ ബറക്കത്തുണ്ട്, ശൈഖ് ജീലാനി തങ്ങളെ ബറക്കത്തുണ്ട്. കാരണം അവരുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതിയാണ് നമ്മളെ മജ്ലിസ് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഈ പറഞ്ഞവരുടെ പേരിൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ റഹ്മാനേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين.
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ വിജയം നൽകണേ അല്ലാഹ്. അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സിഎം വലിയുള്ളാഹി തങ്ങളെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത്, അതിന്റെ മിസ്ലി സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവര് പലരും മരണപ്പെട്ടു പോയി, അവരെ ഖബറിലേക്ക് എത്തിക്കണേ റബ്ബേ. ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ ദുഃഖങ്ങളും അകറ്റി തരണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് അതിമഹത്തായ സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നല്ല മനസ്സോടെ നല്ല നിയ്യത്തോടെ സ്വലാത്തുൽ ഫാത്തിഹ് എന്റെ കൂടെ ചൊല്ലിക്കോളൂ. ഇൻഷാ അല്ലാഹ് ഫലമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ റഹ്മാനെ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണേ റഹ്മാനെ. അവിടുത്തെ മദദ് നൽകണേ റഹ്മാനെ. മുത്തുനബിയെ
പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ വേദനകളും അകറ്റി തരണേ അല്ലാ. എല്ലാ വിഷമങ്ങളും അകറ്റി തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് ശറഫൽ ലനാ മൗലൂദിലെ ഒരു ഹദീസ് ഓതാം. നമ്മൾ എപ്പോഴും മൗലൂസ് മൗലൂദാണ് ഓതാറുള്ളത്. അതോടൊപ്പം തന്നെ ശ്രേഷ്ഠതയുള്ള ഒരുപാട് മഹത്വങ്ങളുള്ള മൗലൂദാണ് ശറഫൽ ലനാ മൗലൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല റബീഉൽ അവ്വൽ 12-ന് നമ്മൾ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും എന്ന് ചൊല്ലിയിട്ട് നമ്മൾ അശ്റക ബൈത്ത് ചൊല്ലാറുണ്ടല്ലോ. ആ അശ്റക ബൈത്ത് ഉൾപ്പെട്ടത് ശറഫൽ അനാം മൗലൂദിലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബറക്കത്തിന് വേണ്ടി ഇന്ന് നമുക്ക് ശറഫൽ അനാം മൗലൂദ് ഓതാം. എന്റെ പ്രിയമുള്ളവരെ, ഓതാൻ അറിയാത്ത ആളുകൾ ഈ മജ്ലിസ് കേട്ടിരുന്നാൽ മതി. കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ശറഫൽ അനാമ ബിസ്വാഹിബിൽ മഖാമിൽ അഅ്ലാ വകമ്മല السعود ببكرم مولود حوا شرفا وفضلا وشرف به الآباء والجدود وملأ الوجود بجوده أدلا. حملته أمه آمنة رضي الله عنها فلم تجد لحمله ألما ولا ثقلا وولدته صلى الله عليه وسلم مختونا مكهولا في خليل الوقار والمهابة يجلا. وولد نبينا محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أحلا بنور كالشمس بل هو أضوى وأجلا وتغر فاق ضرا بل ألغا بل هو أعلى وأغلى وأسري به ليلة الإسراء وتملى وجعل دينه على الدوام مستعليا لا مستعلا وذكره ولا ممد في الأيام يكرر ويتلى. أشرقت لمولده الحناديس سركا وغربا وبعرا وسهلا وخرت لمولده الأسلام من أعلى المجالس خضوعا وذلا وارتجز إيوان كسرى وهو جالس فعدم القوم نطقا وأقلا وحمدت نار فارسا وتبدد ملكهم جما وشملا وذخرفت الجنان ليلة مولده والتلالق وتجلى ونادت الكائنات من جميع الجهات أهلا وسهلا ثم أهلا وسهلا. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. നിങ്ങൾ ചെല്ലണില്ലേ? ഉറങ്ങിയിരിക്കണ്ടോ? ഉറങ്ങരുത്. റസൂലുള്ളാഹിന്റെ മൗലൂദാണ്. ഉറക്കം വരാൻ പറ്റൂല. ഇബ്ലീസ് വന്ന് നമ്മളെ പേപ്പിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ആത്മാർത്ഥതയോടുകൂടെ നല്ല ശബ്ദത്തിൽ ചൊല്ലിക്കോളൂ. നമ്മളെ വീട്ടിൽ മുഴുവനും റസൂലുള്ളാഹിന്റെ മദ്ഹ് നിറയട്ടെ. നമ്മളെ ഖൽബിൽ മുഴുവനും ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നിറയട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിശഹരി റബീഇൻ ഖദ് ബദാ നൂറുൽ അഅ്ലാ ഫയാ ഹബ്ബദാ ബദ്റും بذاك الهما يجلى صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية أنارت به الأكوان شرقا ومغربا وأهل السماء قالوا له مرحبا أهلا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وألبس ثوب النور عزا ورفعتان فما مثله في خلعة الحسن يستجلى صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ولما رآه البدر حارى لحسنه وشاهد منه بهدة تصلب الأقلام صلاة وتسليم
وأزكى تحيتي على المصطفى المختار خير البرية وأطفئ نور الشمس من نور وجهه فلله ما أبهى ولله ما أحلى صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية أيا مولد المختار جدت شوقنا إلى خير مبعوث جليل هوى الفضل صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وسعدا مقيما بافتخار بمولدي له خبر عن حسنه أبدا يطلع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به الشمل صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية عليه صلاة الله مع هبة الصبا وما سار حاد بالنياق إلى المعلى صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية സ്വീകരിക്കു റബ്ബേ, കബൂൽ ചെയ്യ് റബ്ബേ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. എന്ത് ഉദ്ദേശിച്ചാണോ ഈ മുത്തുമുഅ്മിനീങ്ങൾ ശറഫൽ അനാം മൗലൂദ് ഓതിയെങ്കിൽ ആ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. സർവ്വ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ്, സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. നിന്റെ പ്രത്യേക സഹായം നൽകണേ അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ അകറ്റി തരണേ റബ്ബേ. ഈ മജ്ലിസ് സ്ഥിരമായി കാണാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റബ്ബേ. ഇനി നമ്മൾക്ക് അതിമഹത്തായ ഫാത്തിമിയ സ്വലാത്ത് ഒരുമിച്ച് ചൊല്ലാം. നല്ല മനസ്സോടെ, നല്ല നിയ്യത്തോടെ ചൊല്ലിക്കോളൂ. ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് പോരിശകളും നിറഞ്ഞ സ്വലാത്താണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, 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 اللهم صل على النور وأهلي، 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 اللهم
സ്വല്ലി അലൻ നൂരി വഅഹ്ലി. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഫാത്തിമിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്, ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ സംരക്ഷണം നൽകണേ അല്ലാഹ്, നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാഹ്. സൂര്യൻ എന്ന പണ്ടം ഒരു ചാണ് തലക്ക് മീതെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളിലും കുടുംബത്തിലൊക്കെ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് വിജയിപ്പിക്കണേ റബ്ബേ. ഫാത്തിമിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആര് ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കാണുന്നുണ്ടോ അവർക്ക് മുത്തുനബിയുടെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഫാത്തിമ ബീവിയുടെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരെ വിഷമങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ സങ്കടങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് ബുർദ ബൈത്തിലെ അവസാനത്തെ വരികളായ യാ അക്രമ ബൈത്താണ്. നല്ല മനസ്സോടെ ചൊല്ലിക്കോളൂ. ഒരുപാട് ഫലമുള്ള, ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ബൈത്താണ് യാ അക്രമ ബൈത്ത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ യാ അക്രമ ബൈത്ത് ചൊല്ലി, ബുർദ ബൈത്ത് ചൊല്ലി രക്ഷപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. കാരണം ഇതിൽ റസൂലുള്ളാഹിന്റെ മദ്ഹാണ് പറയുന്നത്, റസൂലുള്ളാഹിന്റെ മഹത്വമാണ് പറയുന്നത്. സ്വലാത്ത് ചൊല്ലുന്നതിനോട് തുല്യമാണ് പ്രിയമുള്ളവരെ യാ അക്രമ ബൈത്ത് ചൊല്ലുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരുമിച്ച് ചൊല്ലാം. നല്ല മനസ്സോടെ ചൊല്ലുക. എന്റെ പ്രിയമുള്ള കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരോട്, സഹോദരിമാരോട്, ഉപ്പമാരോട്, സഹോദരിമാരോട് പറയാനുള്ളത്, ഈ മജ്ലിസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. എല്ലാ ദിവസവും നമ്മളെ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കണം, മുടങ്ങാതെ പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് ചൊല്ലാം. എന്റെ കൂടെ എല്ലാവരും ജവാബ് ചൊല്ലണം. ജവാബ് എന്താണ്? മൗലായ സ്വല്ലി വസല്ലിം ദാഹിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇതാണ് ജവാബ്. യാ അക്രമ ബൈത്ത് എന്റെ കൂടെ ചൊല്ലാൻ കഴിയുന്ന ആളുകൾ എന്റെ കൂടെ ചൊല്ലുക, അതല്ലെങ്കിൽ അത് കേട്ടിരിക്കുക. ഇത് കേട്ടാൽ തന്നെ കൂലിയാണ്, അതല്ലെങ്കിൽ ജവാബ് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. മൗലായ സ്വല്ലി വസല്ലിം ദാഹിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദഹുലു ഇൽ ഹദീസിൽ ആമിമി. ചൊല്ല്. മൗലായ സ്വല്ലി വസല്ലിം ദാഹിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വലയ്യലിക റസൂലല്ലാഹി ജാഹുക ബി ഇദൽ കരീമു തഹല്ലാ ബിസ്മി മുൻതഖിമി. മൗലായ സ്വല്ലി വസല്ലിം ദാഹിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഫഇന്നാ മിൻ ജൂദിക ദുനിയാ വലർറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ കലമി. മൗലായ സ്വല്ലി വസല്ലിം ദാഹിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. യാ നഫ്സി ലാ തഖ്നതി മിൻ സല്ലത്തിൻ ആളുമാത് ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമി. മൗലായ സ്വല്ലി വസല്ലിം ദാഹിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലഅല്ല റഹ്മത റബ്ബിഹി يقسمها تأتي على حسب العصيان في القسم. مولاي صل وسلم دائما أبدا على حبيبك
كخير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذل لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنحت عذبات البانيره صبا وأطرب العيسى العيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم ارضيلا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാഹ്. റഹ്മാനായ റഹീമായ കരുണക്കടലായ രാജാതിരാജനായ പരമദയാലുവായ റസ്സാഖായ ഖഹാറായ ഗഫാറായ സ്വലാമായ നാസിറായ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പടച്ചവനെ, ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് 10,000-ത്തിലേറെ ആളുകള് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്, ആമീൻ പറയുന്നുണ്ട്. ഞങ്ങളെ ആമീന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ റബ്ബേ. ഞങ്ങളെ വേദനകൾ അകറ്റിത്തരണേ റബ്ബേ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ റബ്ബേ. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്. നീ തിരുനോട്ടം നൽകുന്ന മജ്ലിസാക്കണേ റബ്ബേ. എത്ര രോഗികളാണ് ഞങ്ങളെ മജ്ലിസിൽ കാലുവേദന
ഊരവേദന, തലവേദന, കണ്ണുവേദന, കാലുവേദന, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള്, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകളുണ്ട് റബ്ബേ, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് റബ്ബേ, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് റബ്ബേ, പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവരുണ്ട് അല്ലാഹുവേ, ക്യാൻസർ ഉള്ള ആളുകളുണ്ട്. എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ ഈ മജ്ലിസ് കാണുന്നവരെ കാക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ എടുത്തു മാറ്റണേ പടച്ചവനെ, എടുത്തു കളയണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആഫിയത്തുള്ള ദീർഘായുസ്സോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ രോഗത്തിന് ശമനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ഒരുപാട് ആളുകൾ കടക്കാരാണ്, പല രൂപത്തിൽ കടക്കാരാണ്. മക്കളെ വിവാഹം ചെയ്തു കൊടുത്ത് കടം വന്ന ആളുകൾ, കച്ചവടം നടത്തി കടം വന്ന ആളുകളുണ്ട് റബ്ബേ. സ്വന്തമായി വീട് വെച്ചതിന്റെ പേരിൽ കടം വന്ന ആളുകളുണ്ട്, മക്കളെ പഠിപ്പിച്ച് കടം വന്ന ആളുകളുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കടം വന്ന ആളുകളുണ്ട് റബ്ബേ. ഭക്ഷണം കഴിക്കാനില്ലാതെ, അരി വാങ്ങാൻ ക്യാഷില്ലാതെ, മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാൻ ക്യാഷില്ലാതെ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എല്ലാവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. എത്ര കൊടുത്താലും തീരാത്ത നിന്റെ ഖജനാവിലേക്കാണ് ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പാവപ്പെട്ട മുത്തു മുഅ്മിനീങ്ങള് ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ടുള്ളത്. ആ കരങ്ങളെ ഖായിബായി ഖാസിറാക്കി മടക്കല്ല റബ്ബേ. ദുആക്ക് ഇജാബത്ത് നൽകല്ലാഹ്. ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണേ റബ്ബേ. കടങ്ങൾ വീട്ടിത്തരണേ റബ്ബേ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ അല്ലാഹ്. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ, തലകുനിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുകയാണ്, വീട് വെക്കാൻ സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് നല്ല വീട് കൊടുക്കല്ലാ, നല്ല സ്ഥലം കൊടുക്കല്ലാ, അതിനുള്ള സമ്പത്ത് നൽകണേ റബ്ബേ. വീട് പണി തുടങ്ങിയവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. വീടും സ്ഥലവും നല്ല വിലക്ക് വിറ്റ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വിലക്ക് തന്നെ വിൽക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അതിന് നിന്റെ സഹായം നൽകണേ റബ്ബേ. ജോലിയില്ലാതെ എത്ര ആളുകളാണ് കഷ്ടപ്പെടുന്നത്. അല്ലാഹുവേ, ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. മക്കൾക്ക് പഠിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പലരും വ്യത്യസ്തങ്ങളായ ജോലി ചെയ്യുന്ന ആളുകളാണ്. കടലിൽ പോയി മത്സ്യം പിടിക്കുന്ന ആളുകളുണ്ട് റബ്ബേ. സാധുവായ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തടക്കം അല്ലാഹുവേ കടലിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് നല്ല മത്സ്യം നൽകണേ റഹ്മാനെ. നല്ല മത്സ്യം പിടിച്ച് കച്ചവടം നടത്താനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അവരെ വരുമാന മാർഗം കടലിലാണ്. ആ വരുമാന മാർഗം നീ തടസ്സപ്പെടുത്തല്ല അല്ലാ. അവർക്ക് നല്ല ബർക്കത്ത് നൽകണേ റഹ്മാനെ. കടലിലേക്ക് പോകുമ്പോ അവർക്ക് നിന്റെ കാവൽ നൽകല്ല, അവർക്ക് നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. അവർക്ക് നിന്റെ സഹായം നൽകണേ അല്ലാ. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ആളുകള്, ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ബർക്കത്ത് നൽകല്ല, സംരക്ഷണം നൽകല്ല, കാവൽ നൽകല്ല. ജോലിയിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. സാലറിയിൽ വർധനവ് നൽകണേ അല്ലാ. നാട്ടില് പല കച്ചവടങ്ങളും ബിസിനസ്സുകളും തൊഴിലുകളും ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. സന്തോഷം നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അസൂയാലുക്കളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റബ്ബേ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ. മക്കളുടെ വിവാഹം ശരിയാവാതെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ മക്കൾക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാ. എന്ത് തടസ്സമുണ്ടെങ്കിലും നീക്കി കൊടുക്കണേ റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. മക്കളില്ലാതെ റബ്ബേ ഒരുപാട് സഹോദരിമാര് പ്രയാസത്തിലാണ്, കഷ്ടപ്പാടിലാണ് റബ്ബേ. ഞങ്ങളെ ചൊല്ലിയ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട്, പ്രാർത്ഥനകളുടെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വഭാവ
സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവം കാരണം എത്ര മാതാപിതാക്കളാണ് വിഷമത്തിൽ, എത്രമാത്രം മാതാപിതാക്കളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് നല്ല സ്വഭാവം നൽകണേ അല്ലാ. ചീത്ത കൂട്ടുകെട്ടിനെ തൊട്ട് മക്കളെ കാക്കണേ റബ്ബേ. ചീത്ത സ്വഭാവങ്ങളെ തൊട്ട് മക്കളെ കാക്കണേ റബ്ബേ. മക്കൾക്ക് സൽ സ്വഭാവം നൽകണേ അല്ലാ. അദബുള്ള, ഈമാനുള്ള, തഖ്വയുള്ള, സ്നേഹമുള്ള മക്കളാക്കണേ റബ്ബേ. കാബാലികന്മാരുടെ കാബാലങ്ങളെ തൊട്ട് ഞങ്ങളെ മക്കളെ കാക്കണേ റബ്ബേ. കാട്ടാളന്മാരുടെ കാട്ടാള ഹസ്തങ്ങളെ തൊട്ട് ഞങ്ങളെ കുഞ്ഞുമക്കളെ കാക്കണേ റബ്ബേ. മക്കൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലാ. പഠിക്കാനുള്ള കഴിവ് നൽകണേ അല്ലാ. എന്ത് പരീക്ഷ എഴുതുന്ന മക്കളാണെങ്കിലും ആ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവരുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകണേ റഹ്മാനെ. പരീക്ഷകളിൽ നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. സ്നേഹമുള്ള, ഐക്യമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ, കുടുംബ കലഹങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാ. മക്കളെ കെട്ടിച്ച വീടുകളിലൊക്കെ സന്തോഷം നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. സ്നേഹമുള്ള കുടുംബമാക്കി മാറ്റണേ റബ്ബേ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട്, പിശാച് ബാധയെ തൊട്ട്, മറ്റുള്ള ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. നീക്കുപോക്ക് വരവോക്കളെ തൊട്ട് കാക്കണേ റബ്ബേ. ശത്രുക്കളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റബ്ബേ. സാധുക്കളായ ഞങ്ങൾക്ക് 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് നൽകല്ല. ഞങ്ങളെ മക്കൾക്ക് നൽകണേ റഹ്മാനെ. ഭർത്താക്കന്മാർക്ക് നൽകല്ല, ഭാര്യമാർക്ക് നൽകല്ല, കുടുംബക്കാർക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ, ഖുർആൻ ഓതാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ വളരെ കുറവാണ്. അത് തള്ളിക്കളയല്ല റബ്ബേ. സ്വീകരിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകല്ല. മുത്തുനബിയുടെ റൗളയിൽ പോകാൻ ഭാഗ്യം നൽകല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് യാത്ര എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. ഒരാളോടും വെറുപ്പില്ലാതെ, അസൂയയില്ലാതെ, അഹങ്കാരമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാ. ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകല്ല. നിന്റെ സഹായം നൽകണേ പടച്ചവനെ. നിന്റെ സംരക്ഷണം നൽകണേ പടച്ചവനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ കുഞ്ഞുമക്കളെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ റഹ്മാനെ. അവർക്ക് റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ചെറുപ്പകാലത്ത് അവർ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് നൽകല്ല. ആഫിയത്തും ആരോഗ്യവും നൽകല്ല. അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവരെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. അവരെ മുറാദുകൾ ഹസിലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യ മക്കള്, ഭർത്താക്കന്മാര്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവരുണ്ട്. വല്ലുപ്പ വല്ലുമ്മമാര്, ജ്യേഷ്ഠന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ കുടുംബം, അവരുടെ മക്കള്, ഭാര്യമാര്, ഭർത്താക്കന്മാര്. അല്ലാ 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 അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. പാവപ്പെട്ട മുത്തുമുഅ്മിനീങ്ങള്, ഞങ്ങളെ അയൽവാസികള്, ഞങ്ങളെ നാട്ടിലുള്ള ആളുകള്, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകള്, പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് സ്വന്തം മാതാപിതാക്കളെ പോലെ ഭക്ഷണം തന്ന മാതാപിതാക്കളുണ്ട് റബ്ബേ. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും സംരക്ഷണവും സന്തോഷവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾ ഇന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടാൻ ഭാഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ
ആണ്ടാണ്, 14ആണ്, 3ആണ്, 7ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ. ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് അവരെ ഖബർ അലങ്കരിച്ചു കൊടുക്കണേ റഹ്മാനെ. നരകത്തിനെ തൊട്ടുകാക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസില് പലരും പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മക്കളുടെ കാര്യം പറഞ്ഞവരുണ്ട്, ജോലിയുടെ കാര്യം പറഞ്ഞവരുണ്ട്, മരണപ്പെട്ടു പോയവരുടെ കാര്യം പറഞ്ഞവരുണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, വിവാഹത്തിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, പരീക്ഷയുടെ കാര്യം പറഞ്ഞവരുണ്ട്, വീടിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, ലോണിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, കടത്തിന്റെ കാര്യം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ ദുസ്വഭാവം പറഞ്ഞവരുണ്ട്, ഭാര്യമാരെ ദുസ്വഭാവം പറഞ്ഞവരുണ്ട്, ടെൻഷൻ പറഞ്ഞ ആളുകളുണ്ട്, രോഗം പറഞ്ഞ ആളുകളുണ്ട്. എല്ലാം നിനക്കറിയാമല്ലോ. മുഴുവനായി ഞാൻ ഇവിടെ പറയുന്നില്ല, ഞങ്ങളെ മനസ്സിലുള്ളത് മുഴുവനും നിനക്കറിയാമല്ലോ. എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലീകരിക്കണേ റഹ്മാനെ. എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മജ്ലിസാക്കണേ അല്ലാഹ്. ഉന്നതയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് കാണുന്നവർക്ക് സ്ഥിരമായി കാണാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. സ്ഥിരമായി കാണുന്നവരുണ്ട്, അവർക്ക് പ്രത്യേക കാവൽ നൽകല്ലാ. അവസാനം ഞങ്ങൾക്ക് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.